ഹലോ പ്രിയരെ, ഇന്ന് കുറച്ച് അയക്കൂറ കിട്ടിയിട്ടുണ്ട്. അത് കറി വെക്കാം. സാധാരണയായിട്ട് നമ്മൾ വടക്കറ് മാങ്ങ ഇട്ടിട്ടും പുളി ഇട്ടിട്ടും തക്കാളി ഉള്ളിയെല്ലാം ചേർത്തിട്ടും ഒക്കെയാണ് കറി വെക്കുന്നത്. എന്നാൽ ഇന്ന് നമുക്ക് കുടംപുളി ഇട്ടിട്ട് വെക്കാം. അതിന് നമുക്ക് വേണ്ടുന്നത് കുറച്ച് ഇഞ്ചി നുറുക്കിയത്, വെളുത്തുള്ളി നുറുക്കിയത്, പിന്നെ കുറേ അധികം തന്നെ കുഞ്ഞുള്ളി നുറുക്കിയത് വേണം. കറിവേപ്പില. ഞാൻ ഇതൊക്കെ മീൻ കഴുകി വൃത്തിയാക്കിയിട്ട് അതിൽ ഉപ്പും മഞ്ഞളും പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ്. ഞാനൊരു 1/2 കിലോ ആഗോലിയാണ്. ഒരു 3-4 സ്പൂണ് കാശ്മീരി മുളക് പൊടി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 4-5 അല്ലി കുടംപുളി കഴുകിയിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വെച്ചു. പിന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ നല്ല ചൂടായി വരുമ്പോൾ കടുകും ഉലുവയും ഇട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി അതിനകത്തിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ചെറിയ തീയിൽ തന്നെ വഴറ്റിയെടുക്കണം, അല്ലെങ്കിൽ വേഗം കരിഞ്ഞു പോവും. ഇപ്പോൾ ഏകദേശം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി അതിനകത്തേക്ക് ഇടുക. ഇതും ചെറിയ തീയിൽ തന്നെയാണ് നമ്മൾ റെഡിയാക്കേണ്ടത്. അപ്പോൾ പതുക്കെ നമ്മൾ അതിനെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് വഴന്ന് വരാൻ, ഉള്ളി വഴറ്റാൻ ലേശം ഉപ്പ് പൊടി ഇട്ടാൽ കുറച്ചും കൂടെ വേഗത്തിൽ വഴന്ന് വരും. അപ്പോൾ ഇതെല്ലാം വഴന്ന് വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടണം. പിന്നെ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച മുളക് പൊടി ഇതിലേക്ക് ചേർക്കുക. ചെറിയ തീയിൽ തന്നെ നമ്മൾ അതൊന്ന് വാട്ടിയെടുക്കണം. അത് പെട്ടെന്ന് കരിഞ്ഞു പോകാണ്ടിരിക്കാനാണ് ആദ്യം വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്തിട്ട് തന്നെ വെച്ചത്. ഇപ്പോൾ ഏകദേശം നമ്മൾ ആ മുളകും നമ്മളെ കൂട്ടെല്ലാം ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഒരെണ്ണ തിരിയുന്ന പാകമാകുന്നുണ്ട്. സമയത്ത് വേണമെങ്കിൽ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. കാരണം നമ്മൾ മീൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അത് ഓർത്തിട്ട് നമ്മളിതിന് വേണ്ടുന്നതും കൂടെ ഇടുക. ഇനി നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം നമുക്ക് ഏകദേശം കറിക്ക് എത്ര വേണ്ടി വരും, നമ്മൾ മീൻ എത്ര കഷ്ണമുണ്ട് അതിനൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ നന്നായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് നല്ലോണം തിളച്ച് വരണം. തിളച്ചിട്ട് ഒരു ലേശം ഒരു കുറുകുന്ന പാകമാകുമ്പോൾ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന അയക്കൂറേൻ്റെ കഷ്ണം, മീൻ്റെ കഷ്ണം അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് തിളപ്പിച്ച് വരും. ഒരു നല്ല തിള വന്നതിന് ശേഷം നമുക്കതൊന്ന് സിമ്മിലാക്കിയിട്ടൊന്ന് കുറുകി വരാനുള്ള ഇത് കൊടുക്കുക. നമ്മുടെ പുളിയും ഇതിൻ്റെ കൂടെ ആ വെള്ളത്തോടെ ഇതിനകത്തേക്ക് ചേർക്കുക. അപ്പോൾ ഇതെല്ലാം ഒന്ന് തിളച്ച് വരുന്ന സമയം വരെ നമുക്ക് മറ്റ് കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ അതിനകത്തേക്ക് ഇടാൻ വേണ്ടി കുറച്ച് കറിവേപ്പിലും കുറച്ച് മല്ലിച്ചപ്പും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മല്ലിച്ചപ്പ് ആഫ്രിക്കൻ മല്ലിയാണ്. അപ്പോൾ തിളച്ച് കുറുകി വരുന്ന സമയത്ത് നമ്മൾ ഈ 2 ചപ്പും കൂടെ അതിനകത്തേക്ക് ഇടുക. കുറുകിയതിന് ശേഷം നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുക. എന്നിട്ട് ഒന്ന് അടച്ച് വയ്ക്കുക. തീ ഓഫാക്കുക. വളരെ നല്ല ടേസ്റ്റാണ്. പിന്നീട് ഉപയോഗിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്.